AKG സെന്ററിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. CPM-ന്റെ പുതിയ സ്ഥാനാർത്ഥിയായി വരുന്നത് സുധീർ കരമനയാണ്. നമ്മൾക്കറിയാം ഇപ്പോൾ ഈ സ്റ്റാർ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യമാണ്. അതിപ്പോ കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിലും CPM-ലും അതേപോലെ തന്നെ BJP-യിലും 2020-ലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാറുകൾ ഇങ്ങനെ കാൻഡിഡേറ്റ്സ് ആയി വരുന്നൊരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ എത്രത്തോളം ഇവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്നുള്ള ഒരു ചോദ്യചിഹ്നം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് സുധീർ കരമനയുടെ പേരാണ്. എന്താണ് തിരുവനന്തപുരത്ത് സുധീർ കരമനയ്ക്ക് ഒരു ചാൻസ് ഉണ്ടോ? സുധീർ കരമനയ്ക്ക് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല. ഉറങ്ങിക്കിടന്നവരെയൊക്കെ തട്ടി വിളിച്ച് കൊണ്ടുവരേണ്ട സ്ഥിതിയിലാണ്. അവിടെ ഈ പറയുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു. ആ വലിയ പാർട്ടിക്ക് ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു. ഇതൊരു കഥ പറയുമല്ലോ നമ്മൾ. അതുപോലെ ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് ഒരു ഔദ്യോഗികമായി ഒരു ജട്ടി മാറ്റി വെച്ച ഒരു കേസുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ വക്കീൽ അങ്ങനെ ആ നേതാവിന് ഇപ്പോൾ സീറ്റ് കിട്ടാതായി. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചൊരു വിഷയമായിരുന്നു ഇവിടെ. അത് താങ്കൾ സംസാരിച്ചതാണോ? അത് നമ്മൾ രാഹുലുമായിട്ട് സംസാരിച്ചതായിരുന്നു. അതായത് അവിടെ സ്ഥാനാർത്ഥി കിട്ടാനില്ലെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അത് വാർത്തയായിരുന്നു. അപ്പോൾ സുധീർ കരമന എങ്ങനെ രംഗപ്രവേശനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ SP ദീപക് എന്ന് പറഞ്ഞൊരു CPM-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് പേട്ടയിൽ മത്സരിച്ചതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ സുധീർ കരമന വന്നിട്ടുണ്ടായിരുന്നു. അവർ കോളേജ് മെറ്റ്സ് ആണ്. അപ്പോൾ സുധീർ കരമന എന്ന് പറയുന്ന കരമന ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഈ കലാകാരന്മാരെ സാഹിത്യകാരന്മാരെ ഒക്കെ ഇവരിങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുത്തും. ഇപ്പം രമേഷ് പിഷാരടി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എന്തോ വലിയ തെറ്റുകാരനാണ്, എന്തോ വലിയ കുഴപ്പക്കാരനാണ്, എന്തൊക്കെയോ ന്യൂനതകളുണ്ട്. ഇത് ആര് പറയുന്നത്? CPM-കാരാണ്. അതിനോടൊപ്പം ഇപ്പൊ ചിലപ്പോൾ BJP-യും രാഷ്ട്രീയമായിട്ട് പറയുമായിരിക്കും. പണ്ട് മുതലേ ഉള്ളൊരു രീതിയാണ്. ഇവരെ സംബന്ധിച്ച കലാകാരന്മാർ ഇവർക്ക് മാത്രമേ ഉള്ളൂ, സാഹിത്യകാരന്മാർ ഇവരോടൊപ്പം നിൽക്കണം, അല്ലാത്തവർ സാഹിത്യകാരല്ല, കലാകാരന്മാരല്ല. എന്നാൽ കൂടെ വന്നിട്ട് ചെയ്യുന്ന പണികളെ കുറിച്ച് പറയണ്ട. അപ്പൊ അങ്ങനെ സുധീർ കരമന ഈ പറയുന്ന രീതിയിൽ ദീപക്കിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം പേട്ടയിലെ കൗൺസിലർ. അപ്പോൾ ഇവിടെ ഈ സീറ്റ് ഒഴിവ് വന്നപ്പോൾ SP ദീപക്കിന്റെ പേര് പൊങ്ങി വന്നു. നമ്മൾ സംസാരിച്ചോ പറഞ്ഞായിരുന്നു. കാര്യം CPM എന്ന് പറഞ്ഞാൽ അവിടെ വലിയേട്ടനാണല്ലോ, വേണമെങ്കിൽ ഒരു ചെറിയ കിഴക്ക് കൊടുത്തിട്ട് ആന്റണി രാജു അവിടെ ഇരുന്നോ, നമ്മൾ ഇത്തവണ സീറ്റ് എടുക്കട്ടെ. അപ്പൊ രാജുവിന് അറിയാം സംഗതി ഇത് ഒരു പ്രാവശ്യം എടുത്താൽ പിന്നെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ എനിക്ക് പിന്നെ ഇവിടെ കയറാൻ പറ്റൂല. സത്യത്തിൽ ഇത് CPM-ന്റെ ഒരു ബിനാമി സ്ഥാനാർത്ഥിയാണ് സുധീർ കരമന. എന്ന് വെച്ചാൽ SP ദീപക്കിന്റെ നോമിനിയാണ്. SP ദീപക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ മുൻ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ കഴക്കൂട്ടം MLA-യുമായ കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം ആളാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. ഒരു വേള അദ്ദേഹത്തിന് മാറാൻ പറഞ്ഞെങ്കിൽ ദീപക്കിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയേനെ. കാര്യം ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും അവർക്കൊരു പിൻഗാമിയെ കണ്ടുവച്ചിട്ടുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തലസ്ഥാനം പോലെ ഒരു സ്ഥലത്ത് ഈ പ്രവർത്തകരുടെ കുറവൊന്നും ഉണ്ടാകണമെന്നില്ലല്ലോ. CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും ഒരേപോലെ. CPM-ന് ഇപ്പൊ ആരുമില്ല. തനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി പോലും തനിക്ക് ശേഷം പ്രളയമാണെന്നാണ് പറയുന്നത്. ഒരു വലിയ പ്രസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാൻ, അല്ലെങ്കിൽ പോട്ടെ ഒരു MLA, തനിക്ക് ശേഷം പ്രളയമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ചേട്ടാ, ഈ തലസ്ഥാനം പോലെ ഒരു സ്ഥലത്ത് CPM-നോ അല്ലെങ്കിൽ CPI-ക്കോ അല്ലെങ്കിൽ അണികളോ പ്രവർത്തകരോ ഒരു നേതാവ് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണോ? അതുകൊണ്ടാണോ സുധീർ കരമനയെ പോലൊരാളെ അത് ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്? അതായത് ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരാൾക്ക് പകരം ഒരാൾ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. LDF എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയാണ്. 10 കൊല്ലം ഭരിച്ചൊരു മുന്നണിയാണ്. ഇങ്ങനെ ഒരു മഹാന്, ഈ പറയുന്ന ആന്റണി രാജു എന്ന് പറഞ്ഞൊരു മഹാന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കേസും കോടതിയും നിയമങ്ങളും വരും എന്നുള്ളത് ഇവർക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇവർക്ക് ഇതിനുള്ള ഒരു ജ്ഞാനമൊന്നും ഇവർക്കില്ലേ? പിന്നെ എന്ത് സംവിധാനമാണെന്ന് ചോദിച്ചാൽ, സംവിധാനം ഈ പറയുന്നില്ല, കപ്പിത്താൻ ആടി ഉലയുന്ന കപ്പിത്താൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിപ്പം കപ്പലും പോയി, കപ്പിത്താനും പോയി, എല്ലാം പോയി. സുധീർ കരമനെ നിർത്തിക്കുന്നതിനകത്തുള്ള ലോജിക്ക് കൂടെ പറഞ്ഞുതരാം. അദ്ദേഹം ഒരു വലിയ നടനാണെന്നും, അദ്ദേഹത്തിന്റെ നടനാണ്, സമ്മതിച്ചു, അദ്ദേഹം ഒരു നല്ല നടനൊക്കെയാണ്. ഇതിപ്പോൾ കുറച്ച് നായരോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് നായരോട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് ആരെയെല്ലാം വെച്ച് പരീക്ഷിക്കാൻ നോക്കിയെന്നറിയോ? ഒരു സമയത്ത് സുരേന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ആന്റണി രാജു തന്നെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് ഡമ്മി സ്ഥാനാർത്ഥിയുടെ പേരോട് വയ്ക്കുക. അങ്ങനെ ഡമ്മി ആയിട്ട് പോയി നിന്ന ഒരു മഹാനാണ് ഈ സുരേന്ദ്രൻ പിള്ള. അവസാനം അന്ന് എന്തോ ഡമ്മി സ്ഥാനാർത്ഥിക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടാണ് സുരേന്ദ്രൻ പിള്ള മത്സരിക്കുന്നത്. ഈ സുരേന്ദ്രൻ പിള്ള ചാടി മറുകണ്ഠം ചാടി RJD പോയി. അദ്ദേഹം ബുദ്ധിപരമായ RJD എന്നുള്ള രാജി വെച്ചത് ആന്റണി രാജു ഇല്ലെങ്കിൽ തന്നെ വിളിച്ച് കയറ്റുമെന്ന് വിചാരിച്ചു. അതുപോലെ ആരും ഇല്ലല്ലോ ചെന്ന് CPM-കാർ ഒന്ന് നിൽക്കാവോ മത്സരിക്കാൻ. ആന്റണി രാജുവിന് മനസ്സിലായി, ഞാൻ മാറി ഇനി ഒരു തവണയോട് ഇയാൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തിരിച്ചു പോലും കിട്ടത്തില്ല ഈ മണ്ഡലം എന്ന രീതിയിൽ. കാര്യം സുരേന്ദ്രൻ പിള്ള അങ്ങനെ ജയിച്ചു പോയാലോ. ഒരു തവണ അങ്ങനെ ഈ അറിയാതെ ആൾക്കാരെന്തോ കുരുട്ട് ഭാഗ്യത്തിന് സുരേന്ദ്രൻ പിള്ള ജയിച്ചിട്ടുണ്ട്.
അത് സമ്മതിക്കാതെ പോയി. അങ്ങനെ വന്നപ്പം ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ആളെ കിട്ടാനില്ല. ആളുണ്ടോ ഉറങ്ങിക്കിടക്കുന്നവരെ തട്ടി വിളിച്ച് അങ്ങനെ ഉറങ്ങിക്കിടന്ന കരമന ഈ സുധീർ കരമനയെ കൊണ്ടുവന്നതാണ്. ഈ സുധീർ കരമനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആളുണ്ടാവും. കാര്യം SP ദീപക് എന്ന് പറയുന്ന കൗൺസിലർ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അദ്ദേഹം ദീപക്കിന് വേണ്ടി വർക്ക് ചെയ്തു. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലാണ് ദീപക് ജയിച്ചത്. അപ്പോൾ ദീപക്കിന് വേണ്ടി പോലും പറഞ്ഞു പോയതായിരുന്നു. SP ദീപക്കും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുഖ്യധാര മാധ്യമങ്ങൾ കഥ വന്നു പോയതാണ്. ഐസക്കിന്റെ പേര് പറഞ്ഞാണ്, തോമസ് ഐസക്ക് മത്സരിക്കണം. അപ്പൊ ആരെയും കിട്ടാതെ വന്ന് ഇത് ഈ പറയുന്ന സുധീർ കരമനയൊന്നും അവിടെ ജയിക്കില്ല, ഉറപ്പ് എഴുതി തരാം, സുധീർ കരമനയൊന്നും ജയിക്കില്ല. ഇത് വെറുതെ ഒരു സ്ഥാനാർത്ഥി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ല ഇല്ല എന്നുള്ള പേര്, ആ പേര് വേണ്ട, ഒരു ഫില്ലിങ് എങ്ങനെ ഇടുന്നു. പിന്നെ നേതാവില്ല, നേതാവുമില്ല. ഇപ്പൊ അണികള് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഉദാഹരണം കേട്ടോട്ടെ. ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോയതായിട്ട് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അതിശയം നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിനൊരു വിലയുണ്ട്, ഒരു ആദർശം, ആ പറയുന്ന പ്രത്യയശാസ്ത്രം. അവർ അത്രയും പോകുന്ന എന്തുകൊണ്ടാണ്? സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനം കൂടെ സഹിച്ചിട്ടാണ് പലരും ആ പാർട്ടി വിട്ടു പോകുന്നത്. അതിപ്പോൾ പാർട്ടി വിടുന്നതും അല്ലെങ്കിൽ അങ്ങനെ വേറൊരു പാർട്ടി ചേരുന്നതും ഇപ്പോൾ ഒരു ഫാഷൻ പോലെ ആയി തീർന്നിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് വ്യത്യസ്തരാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരെന്നാണ് പറയുന്നത്. എന്ത് വ്യത്യസ്തത ഇപ്പോൾ അവർക്കുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നേതാവുമില്ല, അണിയുമില്ല, കാണുന്ന ആരെങ്കിലും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു. ഇവരെ സ്ഥിരം ഒരു രീതി. ഇപ്പൊ എന്തുകൊണ്ടാണ് സുധീർ കരമനെ അവിടെ മത്സരിപ്പിച്ചതെന്ന് നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മത്സരിപ്പിച്ചുകൂടാ? സുധീർ കരമന ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ എത്രയോ സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചിട്ട് ഗോവിന്ദൻ മാസ്റ്ററോടും പിണറായി വിജയൻ സഖാവിനോടും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഒരു സ്ഥിരം തിരിച്ചുള്ള മറുപടിയാണ് എന്തുകൊണ്ട് മത്സരിപ്പിച്ചുകൂടാ? മുകേഷിന് എന്താ ഒരു കുറവ്? അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് എന്താ ഒരു കുറവ്? അതേപോലെ തന്നെ സുധീർ കരമനയ്ക്ക് എന്താ ഒരു കുറവ്? നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, 100% ജയമാണ്. കുറച്ച് നായരോട്ട് കിട്ടും. അപ്പൊ നമ്മൾ ചോദിച്ച നമ്മൾ ആരായി? നമ്മൾ ആസായി. ഇതാണ് സാർ, ഇന്ന മണ്ഡലത്തിൽ നിങ്ങൾ ഇത്ര ഇലക്ഷൻ വോട്ടിന് തോറ്റല്ലോ സാർ. അപ്പൊ അതിന് ആര് തോറ്റു? ഞങ്ങളുടെ ഇന്ന കണക്കുകൾ, ഈ കണക്കുകൾ, ആ കണക്കുകൾ ചോദിച്ച നമ്മൾ ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം കൂടുതൽ. നിങ്ങൾ ഈ കണക്കൊന്ന് നോക്കൂ. കഴിഞ്ഞ തവണ നമ്മുടെ ആ സ്ഥാനാർത്ഥിയാണ് നിന്നിട്ടുണ്ടായിരുന്നത്, അയാളെക്കാട്ടിൽ ഭൂരിപക്ഷം വോട്ട് സുധീർ കരമനയ്ക്ക് ഉണ്ടാകാൻ പറ്റി. ഇത് എവിടുത്തെ കണക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും AKG സെന്ററിൽ നിന്നുള്ള കണക്കുകളാണെന്ന് പറയും. അത്തരത്തിലുള്ള കണക്കുകൾ കാണിക്കും. നമ്മൾ എത്രയോ വർഷങ്ങളായി ഈ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകൾ കാണുന്നത് മാത്രമല്ല, എത്രയോ വർഷങ്ങളായി ഇതുപോലെയുള്ള ഇവരുടെ നേതാക്കൾ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അല്ല, ഇവരൊക്കെ വൺ ടൈം ആൾക്കാരായിരിക്കും അല്ലേ ഈ വരുന്ന സ്ഥാനാർത്ഥികളൊക്കെ? ഇനിയൊന്നും അവർക്ക് പറയുന്ന പോലെ കുറച്ച് പോസ്റ്റർ, അവരുടെ വക കുറച്ച് ചോരെഴുത്തുകൾ, ഇതൊക്കെ അവർക്ക് വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ മക്കളെ കാണിക്കാമല്ലോ, അച്ഛൻ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളത്. അതിന് പാർട്ടി വഴിയൊരു കൊടുക്കുന്നു. കാര്യം സ്ഥാനാർത്ഥിക്ക് ഒരു പരിവേഷം ഉണ്ടല്ലോ, ആ പരിവേഷം കിട്ടും. അത് ഈ പാർട്ടി താരരാജാക്കന്മാർക്കായിട്ട് താരങ്ങൾ തന്നെ പ്രചാരത്തിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? താരരാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇപ്പം സുധീർ കരമനയ്ക്ക് വേണ്ടി അല്ല, രമേശ് പിഷാരടിക്ക് വേണ്ടി ആസിഫ് അലി വിളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് പറയുന്നത് കേട്ടു. അതേപോലെ രമേശ് പിഷാരടി ജയിക്കുകയാണെങ്കിൽ പാലക്കാടിന്റെ മണ്ണിലേക്ക് മമ്മൂക്കയെ കൊണ്ടുവരുമെന്ന് പറയുന്നത് കേട്ടു. ഉറപ്പായിട്ടും മോഹൻലാലും പിഷാരടിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം അനുസരിച്ച് മോഹൻലാലും എത്താൻ ചാൻസ് ഉണ്ടാവും. അത് ഈ പരസ്യമായി പറയാത്തത് കൊണ്ടായിരിക്കും അതിനും ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല. അതിന് നമ്മൾ കലാകാരന്മാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകും, പക്ഷെ ഒരു സഹപ്രവർത്തനം വിളിക്കുമ്പോൾ വന്നുകൂടാ. അല്ല, ആ രീതിയിൽ സുധീർ കരമനയ്ക്ക് വേണ്ടിയും ഇറങ്ങാൻ നിരവധി പേരുണ്ടാവും. എനിക്ക് തോന്നുന്നു ടെലിവിഷൻ താരങ്ങളെല്ലാം വരാൻ സാധ്യത. ടെലിവിഷൻ താരങ്ങൾ വരും, അതുപോലെ തന്നെ ജൂനിയർ താരങ്ങളെല്ലാം വരും, ചിലപ്പോൾ സീനിയർ താരങ്ങൾ വരെ വരും. കാര്യം എനിക്ക് തോന്നുന്നു രാജസേനനൊക്കെ ഇപ്പൊ പാർട്ടി അംഗമാണ്. രാജസേനൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ഭീമൻ രഘു വരാൻ സാധ്യതയുണ്ട്. കാര്യം എല്ലാം വയറ്റിപ്പഴപ്പല്ലേ. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിലുള്ള ഒരു ചുറ്റുപാട് നോക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്കും നമുക്ക് തൃശ്ശൂരും ഇതേപോലെ സ്റ്റാറുകളെ കാണാൻ സാധിക്കും. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ സ്റ്റാറുകൾ വരുന്നതായിരിക്കും. പാലക്കാട് രമേശ് പിഷാരടിക്ക് വേണ്ടി സ്റ്റാറുകൾ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് CPM ഒരു കുറവുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം CPM ചിലപ്പോ അവര് നിർത്തുന്നുണ്ട് സ്റ്റാറിനെ, കോൺഗ്രസ് നിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നിർത്താതിരുന്നിട്ട് എന്താ കാര്യം? അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അതിന് ഒരു ഉത്തരവുണ്ട് ചേട്ടാ. സുധീർ കരമനെ എന്തുകൊണ്ട് നിർത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാം, പാലക്കാട് നിങ്ങൾ രമേശ് പിഷാരടിയെ നിർത്തുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ സുധീർ കരമനയെ തിരുവനന്തപുരത്ത് നിർത്തുന്നു.